വെടിനിർത്തൽ കരാർ നിലവിലുള്ളപ്പോൾ തന്നെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി രൂക്ഷമാക്കി ലെബനനിൽ കടുത്ത ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം ഒറ്റ സ്ഫോടനത്തിലൂടെ ലെബനനിലെ മുഴുവൻ ഗ്രാമങ്ങളും തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇറാൻ-ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് ലെബനനിൽ ഇസ്രായേൽ ആക്രമണം ഘടിപ്പിക്കുന്നത്. തെക്കൻ ലെബനനിലെ അതിർത്തി ഗ്രാമങ്ങളിലായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ശേഷം റിമോട്ട് കൺട്രോൾ വഴി തകർക്കുകയാണ് ഉണ്ടായത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിർത്തി ഗ്രാമങ്ങളായ ടൈബെ, നൌകൌറ, ഡീർ സെറിയൻ എന്നിവിടങ്ങളിലാണ് കൂടുതൽ ആക്രമണങ്ങൾ നടന്നത്. മറ്റിടങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായതായി ലെബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ ടൈബെ അടക്കമുള്ള സ്ഥലങ്ങളിലെ ആക്രമണ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഗാസയിലും റഫയിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് സമാനമാണ് ഇപ്പോൾ ലെബനനിലും ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇസ്രായേലിന് ഭീഷണി ഉയർത്തുന്ന മേഖലകളെ പൂർണ്ണമായും തകർക്കുക എന്ന യുദ്ധരീതിയാണ് ഇസ്രായേൽ ഗാസയിൽ നടപ്പാക്കിയത്. ഇതേ രീതി ലെബനനിലും നടപ്പാക്കണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് തെക്കൻ ലെബനനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ റിമോട്ട് കൺട്രോൾ നിയന്ത്രിത സ്ഫോടനം നടന്നത്. തെക്കൻ ലെബനന്റെ വലിയൊരു ഭാഗം പിടിച്ചെടുത്ത് ലിറ്റനി നദി വരെയുള്ള എല്ലാ പ്രദേശത്തും സുരക്ഷാ മേഖല സ്ഥാപിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതോടൊപ്പം ജനവാസ കേന്ദ്രങ്ങളല്ല തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നും ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളെയുമാണ് എന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. ഇസ്ലാമാബാദിൽ പരാജയപ്പെട്ട ഇറാൻ-US ചർച്ചകൾക്ക് പിന്നാലെ ഇറാനെതിരെ അമേരിക്ക നാവിക ഉപരോധം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ്. എന്നാൽ മണിക്കൂറുകൾക്കകം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ച് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു. വെറുമൊരു പരിഹാസമല്ല, മറിച്ച് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കാത്തിരിക്കുന്ന വൻ തകർച്ചയെ ഒരു ഗണിതശാസ്ത്ര സമവാക്യത്തിലൂടെ ഓർമ്മിപ്പിച്ചാണ് ഗാലിബാഫ് രംഗത്തെത്തിയത്. എക്സ് പ്ലാറ്റ്ഫോമിൽ ഗാലിബാഫ് പങ്കുവെച്ച ഇക്വേഷൻ പ്രകാരം മണ്ടത്തരം കൂടുന്തോറും കൂടുതൽ കുഴപ്പത്തിലാകുന്നു എന്ന് അർത്ഥം വരുന്നതാണ് ഒരു ട്വീറ്റ്. ചില ട്രോൾ ഗ്രൂപ്പുകളിലും ടെക് സൗഹൃദ കൂട്ടായ്മകളിലും ഇവ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇതിനെ സ്യൂഡോ മാത്തമാറ്റിക്കൽ കോഡുകൾ എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, ഹോർമുസ് കടലിടുക്കിലെ ഉപരോധത്തിന്റെ തീവ്രത വർദ്ധിച്ചാൽ രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയിൽ സാധാരണ വർധനവിനേക്കാൾ ഉപരിയായി ഒരു കോമ്പൗണ്ടിംഗ് ഇഫക്റ്റ് അഥവാ അതിവേഗത്തിലുള്ള വർധന ഉണ്ടാക്കുമെന്നർത്ഥം. വിതരണ ശൃംഖല തടസ്സപ്പെടുന്നത് വിലക്കയറ്റത്തിന് കാരണമാകുമെന്നും ആദ്യത്തെ ആഘാതം രണ്ടാമതൊരു വലിയ വിലക്കയറ്റത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം ഇതിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ വില സ്വപ്നങ്ങളിൽ മാത്രം എന്ന് വൈറ്റ് ഹൗസിന് സമീപമുള്ള പെട്രോൾ പമ്പുകളിലെ നിലവിലെ നിരക്കുകളുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് ഗാലിബാഫ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഗാലന് $4 മുതൽ $5 വരെയാണ് അമേരിക്കയിലെ ഇന്ധനവില. നിലവിലെ പമ്പ് നിരക്കുകളിൽ ആസ്വദിച്ചോളൂ. ഈ ഉപരോധം തുടങ്ങുന്നതോടെ $4-5 നിരക്കിനെ നിങ്ങൾ മിസ് ചെയ്യാൻ തുടങ്ങും. ആ പഴയ വിലയോർത്ത് നിങ്ങൾ നൊസ്റ്റാൾജിക് ആകും. ഗാലിബാഫിന്റെ പരിഹാസക്കുറിപ്പ് ഇങ്ങനെ പോകുന്നു. പാകിസ്ഥാനിൽ നടന്ന അമേരിക്ക-ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് കപ്പൽ ഗതാഗതം തടയുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. തിങ്കളാഴ്ച മുതൽ ഇറാനിയൻ തീരങ്ങളിലേക്കും തുറമുഖങ്ങളിലേക്കും പോകുന്ന എല്ലാ കപ്പലുകളെയും തടയുമെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഇറാൻ യുദ്ധത്തിൽ അഭിപ്രായം പറഞ്ഞ ലിയോ 14 മാർപ്പാപ്പയെ വീണ്ടും രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ മാർപ്പാപ്പയുടെ നിലപാട് ദുർബലമാണ് എന്നും വിദേശ നയങ്ങൾ വളരെ മോശമാണ് എന്നും ട്രംപ് പരിഹസിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ മോഹങ്ങൾ പോലുള്ള ഭീഷണികളെ മാർപ്പാപ്പ അവഗണിക്കുകയാണ് എന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. വെനസ്വേലയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്തും കുറ്റവാളികളുടെ കടന്നുകയറ്റവും തടയാൻ താൻ ശ്രമിക്കുമ്പോൾ അതിനെ മാർപ്പാപ്പ വിമർശിക്കുന്നത് ശരിയല്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. ലിയോയുടെ സഹോദരൻ ലൂയിസ് തന്നെ അനുകൂലിക്കുന്ന ആളാണ് എന്നും എന്നാൽ മാർപ്പാപ്പയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നും ട്രംപ് പരിഹസിക്കുന്നു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത്. വാഷിംഗ്ടണും ടെഹ്റാനും നേരിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ച അതേ ദിവസം തന്നെയാണ് മാർപ്പാപ്പ സമാധാനത്തിനായി ശബ്ദം ഉയർത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. അതിനിടെ ഇറാൻ-US സമാധാന ചർച്ചകൾക്ക് തുരങ്കം വെച്ചത് ഇസ്രായേലാണെന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. ചർച്ചകൾ വഴിത്തിരിവിലെത്തുമെന്ന ഘട്ടത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ചതാണ് ചർച്ചകൾ വഴിമുട്ടാൻ കാരണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വെളിപ്പെടുത്തി. കാലാകാലങ്ങളായി എവിടെയും സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന ഇസ്രായേൽ നടപടിയാണ് ഇവിടെയും കണ്ടത്. ചർച്ചാ വിഷയങ്ങൾ വഴിതിരിച്ചു വിടുന്നതിനാണ് നെതന്യാഹു വാൻസിനെ വിളിച്ചത് എന്നും അരാക്ചി പറയുന്നുണ്ട്.
ഇത് ചർച്ചാ വിഷയം ഇസ്രയേലിന്റെ താൽപര്യങ്ങളിലേക്ക് വഴിതിരിച്ചുവിടാൻ കാരണമായി എന്നും അതാണ് ചർച്ച പരാജയപ്പെടാൻ ഇടയാക്കിയത് എന്നും അരാക്ചി വെളിപ്പെടുത്തിയിട്ടുണ്ട്. വാൻസിന്റെ വാർത്താ സമ്മേളനത്തെയും അരാക്ചി വിമർശിച്ചു. 21 മണിക്കൂറാണ് ഇസ്ലാമാബാദിൽ ഇറാനും യുഎസും ചർച്ച നടത്തിയത്. അത്ര ദൈർഘ്യമേറിയ ചർച്ച അപൂർവമാണ് എന്ന് തന്നെ കരുതാം. ചർച്ചയുടെ ഭാഗമായി ഇരു വിഭാഗങ്ങളും എഴുതി തയ്യാറാക്കിയ രേഖകൾ കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ചർച്ച വഴിമുട്ടി ഇരുപക്ഷവും പാകിസ്ഥാനിൽ നിന്ന് മടങ്ങി. ആണവ വിഷയത്തിലും ഹോർമൂസ് കടലെടുക്ക് വിഷയങ്ങളിലുമാണ് പ്രധാനമായും ചർച്ച വഴിമുട്ടിയത് എന്നാണ് റിപ്പോർട്ടുകൾ. മറ്റ് വിഷയങ്ങളിലെല്ലാം സമവായത്തിൽ എത്തിയതായാണ് വിവരങ്ങൾ വരുന്നത്. ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള ഇറാന്റെ അവകാശം യുഎസ് അംഗീകരിച്ചില്ല എന്നും അത് അംഗീകരിക്കാതെ ചർച്ചകളിൽ ഫലമുണ്ടാകില്ല എന്നും ഇറാനും യുഎസും നിലപാടെടുത്തു. അതോടൊപ്പം ഹോർമൂസ് കടലെടുക്കിന്റെ നിയന്ത്രണത്തിലും ചർച്ചയിൽ സമവായത്തിലെത്തിയില്ല. ഇതോടെ ചർച്ച പരാജയമാകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഹോർമൂസിന്റെ നിയന്ത്രണത്തിൽ പങ്കാളിത്തം വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യം ഇറാൻ അംഗീകരിച്ചില്ല. രാത്രി ഏറെ വൈകിയും തുടർന്ന ചർച്ച സമാധാനത്തിലേക്ക് വഴിതുറക്കുമെന്ന പ്രതീക്ഷ അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ടായിരുന്നു. എന്നാൽ 1979 ശേഷം ആദ്യമായി നടന്ന ഇറാൻ യുഎസ് ചർച്ചയിൽ യാതൊരു ഫലവും ഉണ്ടാക്കാനായില്ല എന്നതാണ് വസ്തുത. ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ഹോർമൂസ് ഉപരോധിക്കുമെന്ന ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു. ഇറാന് ചുങ്കം നൽകി വരുന്ന ഒരു കപ്പലിനെയും അന്താരാഷ്ട്ര സമുദ്രപാതയിൽ പ്രവേശിപ്പിക്കില്ല എന്നാണ് ഭീഷണി. 40 ദിവസത്തെ ബോംബിങ്ങിലുണ്ടായ കനത്ത സാമ്പത്തിക നഷ്ടത്തിന് പരിഹാരം ഇറാൻ ചർച്ചയിൽ ആവശ്യപ്പെട്ടത് അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. ഇത് നൽകിയാൽ ഇറാന്റെ ആക്രമണങ്ങൾക്ക് ഇരകളായ അറബ് രാജ്യങ്ങളും നഷ്ടപരിഹാരം ആവശ്യപ്പെടുമെന്നാണ് യുഎസിന്റെ ആശങ്ക. യുഎസിലും 3 രാജ്യങ്ങളിലുമുള്ള ഇറാന്റെ നിക്ഷേപങ്ങൾ മരവിപ്പിച്ചിരുന്നത് ഉടൻ വിട്ടുകൊടുക്കണമെന്നുള്ള ആവശ്യവും അംഗീകരിച്ചില്ല എന്നാണ് അറിയുന്നത്. ഹിസ്ബുള്ളയുടെ നേർക്കുള്ള ഇസ്രയേലി ആക്രമണങ്ങൾ നിർത്തണമെന്ന ആവശ്യവും ചർച്ചയ്ക്കെടുത്തില്ല. അക്കാര്യം ഇസ്രയേലും ലെബനനും തമ്മിൽ സംസാരിക്കട്ടെ എന്ന നിലപാടിലായിരുന്നു അമേരിക്ക. ഇറാനിൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നിട്ട് 6 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇനിയും വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കാൻ ശേഷിക്കുന്നത്. ഇത് കഴിയുന്നതോടെ ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും വീണ്ടും യുദ്ധം തുടങ്ങുമോ എന്ന ആശങ്ക കലശമാണ്. കാരണം ലെബനനിലെ വെടിനിർത്തലും ഇതിന്റെ ഭാഗമാണ് എന്ന് ഇറാനും അല്ലെന്ന് അമേരിക്കയും ഇസ്രയേലും പറയുന്നിടത്ത് വെടിനിർത്തൽ താൽക്കാലികം മാത്രമാണ് എന്നും ദീർഘായുസ് ഉണ്ടാകില്ല എന്നും വ്യക്തമായതാണ്. ഇതിനു പിന്നാലെ സമാധാന ചർച്ചകൾ നടന്നപ്പോഴും ഇറാൻ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നു. വാൻസുമായുള്ള ചർച്ചയിൽ ലെബനനിലടക്കം വെടിനിർത്തൽ അംഗീകരിക്കപ്പെട്ടപ്പോഴും ആണവോർജ്ജ വിഷയത്തിലാണ് ചർച്ച തട്ടിനിന്നത്. ആണവായുധം ഉണ്ടാക്കില്ലെന്നും ആണവ വികസനം ഊർജ്ജ ആവശ്യത്തിന് മാത്രമാണ് എന്നുമാണ് ഇറാൻ തുടക്കം മുതൽ സ്വീകരിക്കുന്ന നിലപാട്. അത് ഈ സമാധാന ചർച്ചയിലും ഇറാൻ ആവർത്തിച്ചു. എന്നാൽ ആണവ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ കടുംപിടുത്തം ചർച്ച പരാജയപ്പെടുത്തി. അല്ലെങ്കിലും അമേരിക്കയും ഇസ്രയേലും പൊതുവെ സ്വീകരിക്കുന്ന രീതി സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുക എന്നതാണ്. ഇറാന്റെ അതിഥികളെയും അവിടുത്തെ നേതാക്കളെയും കൊല്ലുന്നതടക്കമുള്ള ചതിപ്രയോഗങ്ങൾക്ക് പുറമെ സമാധാന ചർച്ച നടക്കുന്ന വേളയിൽ തന്നെ യുദ്ധം തുടരുന്ന ശൈലിയും അമേരിക്കയ്ക്കും ഇസ്രയേലിനും സ്വന്തമാണ്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനിൽ ആക്രമണം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ ആണവ വിഷയത്തിൽ യുഎസ് ഇറാനുമായി ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചകൾ ഫലവത്താകുന്നു എന്ന ഘട്ടമെത്തിയപ്പോൾ പൊടുന്നനെ ആക്രമണം ആരംഭിച്ചു. 6 ആഴ്ചക്കാലം യുദ്ധം ചെയ്ത ഒടുവിൽ ഇറാന്റെ സൈനിക ശേഷിയും ആയുധശേഷിയും വിചാരിച്ചതിനേക്കാൾ ശക്തമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. സമാധാന ചർച്ചകൾക്ക് തയ്യാറായി. ഒടുക്കം മധ്യസ്ഥ ചർച്ചകൾ വിജയിക്കുന്നു എന്ന ഘട്ടമെത്തിയപ്പോൾ നെതന്യാഹു ഇടപെട്ടു. അതും അട്ടിമറിച്ചു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. യുദ്ധക്കൊതിയന്മാരായ ട്രംപിനും നെതന്യാഹുവിനും സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.